നമ്മുടെ ചെറുപ്പക്കാർ തലച്ചോറ് വിൽക്കുന്നത് വിദേശത്താണ്. കാരണം അവർക്ക് അത്രയും യോഗ്യതയുള്ള ചെറുപ്പക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരുകൾക്കോ കേന്ദ്ര സർക്കാരിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഭരണത്തിലെത്തിയപ്പോൾ തങ്ങൾ ഇതുവരെ പ്രചരിപ്പിച്ചത് എന്താണോ അത് നടപ്പാക്കാനാണ് നമ്മൾ ശ്രീലങ്കയിലെ പുതിയ സർക്കാരൊക്കെ ശ്രമിക്കുന്നത്. അവരതിൻ്റെ പരിമിതികളുണ്ടെങ്കിൽ ആ പരിമിതികൾ സത്യസന്ധമായി ജനങ്ങളോട് തുറന്നു പറയും. അതാണ്. അതിന് പകരം നമ്മൾ ഈ കോർപ്പറേറ്റ് ശക്തികളുടെ തോളത്ത് കൈയിട്ടിട്ട് നമ്മൾ പങ്കാളികളാണ്, വി ആർ പാർട്ട്നേഴ്സ് നൗ എന്ന് പറയില്ല. ഒരു ഘട്ടം വരെ എതിർത്തിരുന്നിട്ട് പെട്ടെന്ന് വേറൊരു ഘട്ടത്തിൽ ലെറ്റ് us ബി പാർട്ട്നേഴ്സ്, നമുക്ക് പാർട്ട്നേഴ്സ് ആവാമെന്ന് പറഞ്ഞാൽ അവർ തൽക്കാലത്തേക്ക് ചിലപ്പോൾ പാർട്ട്നേഴ്സ് ആവും. അത് കഴിയുമ്പോൾ അവർ ചവിട്ട് തള്ളും എന്നുള്ള കാര്യം നമ്മളിപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നൊരു കാര്യമാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ പോലെ തന്നെ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ കാലത്ത് ബീഹാറിലൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും വൻ പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. കാരണം അവിടുത്തെ ഈ ഉദ്യോഗ നിയമനങ്ങൾ ഉള്ള നിരവധി ക്രമക്കേടുകൾ, അതുപോലെ നമ്മുടെ ഇപ്പം കേരളത്തിൽ തന്നെ PSCയുടെ ചോദ്യപേപ്പറുകൾ ചോരുന്ന അവസ്ഥകൾ, അതുപോലെ തന്നെ PSCയുടെ പരീക്ഷാ നടത്തിപ്പുകളിൽ അപാകതകൾ ഉണ്ട്. ഈ അപാകതകൾ വളരെ വളരെ രൂക്ഷമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ. ബീഹാറിലൊക്കെ വളരെ രൂക്ഷമാണ്, അവിടെയൊക്കെ വലിയ പ്രക്ഷോഭങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടെയും അതുണ്ട് എന്നുള്ളതാണ്, പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ അത്തരം പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ ഉദ്യോഗാർത്ഥികളുടെ സമരം, റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം നടക്കുന്നൊരു സമയം, അവിടെയാണ് നമ്മൾ ഈ നമ്മുടെ ചലച്ചിത്ര വ്യവസായ മേഖലയിൽ ആർട്ടിസ്റ്റുകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പിന്തുണ. അതൊരു ജന്തർ മന്ദറിലെ സമരത്തെ പിന്തുണച്ച് പാർവതി തിരുവോത്തും ടൊവിനോയും അതുപോലെ പൃഥ്വിരാജും അങ്ങനെ അടക്കമുള്ള മിക്കവാറും നമ്മുടെ ഈ പുതിയ ജനറേഷനിലെ കലാകാരന്മാരും കലാകാരികളും കുറേ കൂടി പൊളിറ്റിക്കലി സെൻസിറ്റീവാണ്. സമൂഹത്തെ നിരീക്ഷിക്കുന്നുണ്ട്. അവരത്തരത്തിൽ പലപ്പോഴും സമരങ്ങളോടും പ്രക്ഷോഭങ്ങളോടും ഒക്കെ അനുഭാവം പുലർത്തുന്നുണ്ട്. ജനങ്ങളോട് അനുഭാവം പുലർത്തിക്കൊണ്ടാണ് അവർ നിലപാടെടുക്കുന്നത്. അതൊക്കെ വലിയൊരു കാര്യം തന്നെ. അതേ ആളുകൾ തന്നെയാണ് ഇവിടെ PSC ക്രമക്കേടുകൾ ഉണ്ട്, അതും പരിഹരിക്കണം എന്നാവശ്യപ്പെടും. നല്ല കാര്യമാണത്. കാരണം നമ്മളിപ്പം ഏത് മുന്നണി ഭരിക്കട്ടെ, അതിനകത്തുണ്ടാകുന്ന ഈ ഏത് മുന്നണി അധികാരത്തിലെത്തുമ്പോഴും അവരുടെ തന്നെ ആളുകളെ തിരികെ കയറ്റാനുള്ള ഒരു സംവിധാനം ആണ് എല്ലാ നിയമന രീതികളുമെങ്കിൽ പിന്നെ ഇവിടെ എന്ത് ജനാധിപത്യം ഉണ്ടാകും? അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസമുള്ള ഒരു ജനറേഷൻ, പ്രത്യേകിച്ച് കേരളം പോലെ 100% സാക്ഷരതയുള്ള സ്ഥലത്ത് ഇവിടെയുള്ള മനുഷ്യരുടെ ആസ്പിറേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ടത്ര തൊഴിൽ അവസരം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ചെറുപ്പക്കാർ തലച്ചോറ് വിൽക്കുന്നത് വിദേശത്താണ്. കാരണം അവർക്ക് അത്രയും യോഗ്യതയുള്ള ചെറുപ്പക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരുകൾക്കോ കേന്ദ്ര സർക്കാരിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബ്രെയിൻ, ഈ നമ്മുടെ തലച്ചോറിൻ്റെ കഴിവുകൾ ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുക, മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കേണ്ടിരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഉള്ള തൊഴിലവസരങ്ങളിലെങ്കിലും കൃത്യമായൊരു തിരഞ്ഞെടുപ്പ് രീതി ഉണ്ടാവുക, അത് അഴിമതി മുക്തമായിരിക്കണം എന്ന കാര്യത്തിൽ നമ്മുടെ ജെൻസിയും അതുപോലെ തന്നെ യുവാക്കളും വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അവിടുത്തെ സമരം കഴിഞ്ഞ ഉടനെ ഇവിടെയും PSC ക്രമക്കേട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ശക്തമായ പ്രതികരണം ഉണ്ടാകുന്നത്. അത് പോസിറ്റീവായൊരു കാര്യമാണ്. കാരണം നമ്മുടെ ജനാധിപത്യത്തെ കേന്ദ്രതലത്തിൽ മാത്രമല്ല സംസ്ഥാന തലത്തിലും ഈ ജനാധിപത്യ ക്രമത്തെ കൂടുതൽ മെച്ചപ്പെടുത്തണം. അതിലുള്ള വിള്ളലുകളും വിടവുകളെയും അടയ്ക്കുകയും അതിലെ അഴിമതി, പ്രത്യേകിച്ച് അഴിമതിയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളത് തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ സമൂഹ വ്യവഹാരങ്ങളിൽ ഈ ഭരണവ്യവസ്ഥയ്ക്കകത്തുള്ള ഈ അഴിമതിക്കുള്ള ഈ വലിയൊരു സ്വാധീനം അത് കുറച്ചു കൊണ്ടുവരാനാണ് ഈ പ്രക്ഷോഭങ്ങൾ നമ്മൾ നിർബന്ധിക്കുന്നത്, ഭരണകർത്താക്കളും നിർബന്ധിക്കുന്നത്. അത് വളരെ പോസിറ്റീവായൊരു കാര്യം തന്നെ. ഇപ്പോൾ ശ്രീലങ്കയിൽ തന്നെ നമ്മൾ അവിടെ 2 വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പിന്തള്ളിക്കൊണ്ടാണ് ഈ പുതിയ മാർക്സിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെടുകയും അവർ ഭരണത്തിലെത്തുകയും ചെയ്യുന്നു. അപ്പോൾ അവർ വളരെ കൃത്യമായി നിലപാടെടുക്കുന്നത് ഈ ബഹുരാഷ്ട്ര മുതലാളിത്തത്തിനെതിരെയും അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റ് സമ്പത്ത് വ്യവസ്ഥ, കോർപ്പറേറ്റുകളെ കൊഴിപ്പിക്കുക, അവർക്ക് നികുതി ഇളവ് കൊടുക്കുക, എന്നിട്ട് സാധാരണ മനുഷ്യർ, കർഷകരും തൊഴിലാളികളും ഒക്കെ പട്ടിണിയിലേക്ക് അവരെ തള്ളിവിടുന്ന അത്തരമൊരു വ്യവസ്ഥിതിക്കെതിരെയുള്ള സമര രീതികൾ വികസിപ്പിച്ചുകൊണ്ടും ഭരണത്തിലെത്തിയപ്പോൾ തങ്ങൾ ഇതുവരെ പ്രചരിപ്പിച്ചത് എന്താണോ അത് നടപ്പാക്കാനാണ് നമ്മൾ ശ്രീലങ്കയിലെ പുതിയ സർക്കാരൊക്കെ ശ്രമിക്കുന്നത്. അവരതിൻ്റെ പരിമിതികളുണ്ടെങ്കിൽ ആ പരിമിതികൾ സത്യസന്ധമായി ജനങ്ങളോട് തുറന്നു പറയും. അതാണ്. അതിന് പകരം നമ്മൾ ഈ കോർപ്പറേറ്റ് ശക്തികളുടെ തോളത്ത് കൈയിട്ടിട്ട് നമ്മൾ പങ്കാളികളാണ്, വി ആർ പാർട്ട്നേഴ്സ് നൗ എന്ന് പറയില്ല. ഒരു ഘട്ടം വരെ എതിർത്തിരുന്നിട്ട് പെട്ടെന്ന് വേറൊരു ഘട്ടത്തിൽ ലെറ്റ് us ബി പാർട്ട്നേഴ്സ്, നമുക്ക് പാർട്ട്നേഴ്സ് ആവാമെന്ന് പറഞ്ഞാൽ
അവർ തൽക്കാലത്തേക്ക് ചിലപ്പോൾ പാർട്ട്നേഴ്സ് ആവും, അത് കഴിയുമ്പോൾ അവർ ചവിട്ട് തള്ളും എന്നുള്ള കാര്യം നമ്മളിപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് അത്തരത്തിലുള്ള ഈ വ്യാജമായിട്ടുള്ള ഈ വാചാടോപങ്ങൾ ആളുകൾക്ക് മടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് കോർപ്പറേറ്റ് വിരുദ്ധ നയങ്ങളുണ്ടെങ്കിൽ ഹൗ ക്യാൻ യു പ്രാക്ടീസ് ഇറ്റ്? നിങ്ങൾക്കതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? നിങ്ങൾ ബഹിരാഷ്ട്ര മുതലാളിത്തത്തിനെതിരാണ്. നിങ്ങൾ വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനമാവണം. പക്ഷേ അതിന് നിങ്ങൾ മുന്നോട്ട് വയ്ക്കേണ്ട പ്രായോഗികമായ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കണം. അത് സാമ്പത്തിക പദ്ധതികൾ മുന്നോട്ട് വയ്ക്കണം. അപ്പോൾ ഇതുവരെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ നയങ്ങൾ നിങ്ങൾ ഭരണത്തിലെത്തുമ്പോൾ മാറിക്കഴിഞ്ഞാൽ അത് ജനങ്ങൾ നിങ്ങളെതിരാക്കും. അപ്പോൾ അത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, ഇപ്പോൾ മുല്ലപ്പൂ വിപ്ലവം നടന്ന സ്ഥലങ്ങളിലൊക്കെ യാഥാസ്ഥിതിക ഭരണകൂടങ്ങൾ, ഇപ്പോൾ ശ്രീലങ്ക പോലുള്ള സ്ഥലങ്ങളിലോ നേപ്പാളിലോ ഒക്കെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായി വളരെ യാഥാസ്ഥിതികത്വത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് അറബ് നാടുകളിൽ പലതും. അപ്പോൾ കാരണം എന്താണ്? ഈ മുല്ലപ്പൂ വിപ്ലവത്തിൽ നേതൃത്വം കൊടുത്ത ഈ ഗ്രൂപ്പുകളിലും പ്രസ്ഥാനങ്ങളിലും ഈ പറഞ്ഞ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള കക്ഷികളുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. അതിൽ ഇസ്ലാമിക യാഥാസ്ഥിതിക കക്ഷികളൊക്കെയാണ് പലയിടത്തും അധികാരത്തിലെത്തിയതെന്നുള്ള വസ്തുണ്ട്. പക്ഷേ ശ്രീലങ്കയിലൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഞാൻ പറയുന്നത് ഇതൊരു പരീക്ഷണഘട്ടമാണ്. നമ്മളുടെ ഒരു പ്രത്യേകത, ഇന്ത്യ പോലുള്ള ലിബറൽ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇന്ന് ഇന്ത്യയിൽ കോർപ്പറേറ്റ് അനുകൂല സാമ്പത്തിക നയങ്ങളാണ് ഇവിടെ നടപ്പാക്കപ്പെടുന്നത്. അപ്പോൾ അത് നമ്മുടെ കാർഷിക വ്യവസ്ഥയെയും ഉൽപ്പാദന വ്യവസ്ഥയൊക്കെ വളരെ മോശമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേറ്റുകൾ കൂടുതൽ വ്യവസായങ്ങൾ തുടങ്ങുന്നു, അവർ എയർപോർട്ടുകൾ ഏറ്റെടുക്കുന്നു, അവർ പോർട്ടുകൾ ഏറ്റെടുക്കുന്നു എന്നതുകൊണ്ട് ഇവിടെ വികസനം ഉണ്ടാവുമോ എന്ന് ചോദ്യമുണ്ട്. അത് അവരുടെ സമ്പത്ത് വികസിക്കുന്നുണ്ട്. ഇപ്പം നമുക്കപ്പോൾ അദാനിയോ ഇവിടെ കോവിഡ് കാലത്ത് പോലും അദാനിയെ പോലുള്ള കോർപ്പറേറ്റുകൾ, അദാനി അംബാനിമാർക്ക് യാതൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ല. അവരുടെ ലാഭം അപ്പോഴും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിലെ ജനത ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇന്നും അവസ്ഥ അതാണ്. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ ഈ ഭരണകൂടം എന്ന് പറയുന്നത് ചിലയിടത്ത് ഇടപെടൽ നടത്തുന്നത്. ഇപ്പോൾ ഇന്ന് സമ്പദ് വ്യവസ്ഥയിൽ ഭരണകൂടം ഇടപെട്ടുകൂടാ, അതിൻ്റെ വഴിക്ക് വിടണം എന്നാണ് കോർപ്പറേറ്റുകൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതല്ല, അമേരിക്കയിൽ പോലും ജനങ്ങൾക്ക് അനുകൂലമായി അമേരിക്കൻ ഭരണകൂടം ഇടപെടുന്നുണ്ട് പല കാര്യത്തിലും. അവരിങ്ങനെ തുറന്നു വിടുകയല്ല, അവർ കോർപ്പറേറ്റുകൾക്ക് എല്ലാം തുറന്നു കൊടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാട്ടിലും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വേണം. കാരണം വികസനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടാൻ കൂടിയായിരിക്കണം. അല്ലാതെ ഒരു കൂട്ടം ആളുകൾ, ഒരു ശതമാനം വരുന്ന ആളുകളുടെ കയ്യിൽ ഈ മൂലധനവും അതുപോലെ തന്നെ സമ്പത്തിൻ്റെ 90% ചെന്ന് ചേരുന്ന നിലവിലുള്ളൊരു സമ്പത്ത് വ്യവസ്ഥ ഈ പറഞ്ഞ പോലെ ഒരുപാട് അസംതൃപ്തിക്കും അമർഷത്തിനും കാരണമാകുന്നു. അത് മറികടക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ജനാധിപത്യത്തെ നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കാൻ പറ്റൂ.